ഇത് എൻ്റെ ഏറ്റവും വലിയ ബെസ്റ്റ് ഫ്രണ്ടാണ്. കാരണം ബോളാണ് എൻ്റെ ബോളിൻ്റെ ചുറ്റുമാണ് എൻ്റെ ഒരു ജീവിതം. കാരണം ക്രിക്കറ്ററിൻ്റെ ജീവിതം ഒരു ബോളിലാണ്. ഇനിയും എൻ്റെ എത്രയോ കൂട്ടുകാരും എത്ര റിലേറ്റീവ്സ് എൻ്റെ ഫാമിലി എല്ലാവരും നമുക്ക് മീറ്റ് ചെയ്യാം. കം ഓൺ ലെറ്റ്സ് ഗോ. നമ്മളിപ്പോൾ ഭവൻ സിദ്ധാന്തൻ്റെ ഇളമക്കരയിലാണ്. ഞാനിവിടെ എൻ്റെ 11th and 12th പഠിച്ച സ്ഥലമാണ്. ഇനി നമ്മൾ ജസ്റ്റ് ടീച്ചേഴ്സിനെയൊക്കെ കാണുന്നുണ്ട്. ദിസ് ഈസ് എ ഗ്രേറ്റ് സ്കൂൾ വിച്ച് ഐ സ്റ്റഡീഡ്. ഈ സ്കൂളിൽ വെച്ചാണ് ശരിക്കും എൻ്റെ ഐ ഷുഡ് സേ മൈ ടീനേജ് ഏജ് സ്റ്റാർട്ടഡ്. ദിസ് ഈസ് മിസ് ജയ ജേക്കബ് മാം. ഷീ യൂസ്ഡ് ടു ബി മൈ ക്ലാസ് ടീച്ചർ ഓൾസോ ഇൻ 12th. So she is the one who told me actually about the time management. I never took this in any paper, but she is the one who took a time management class. അപ്പോൾ അങ്ങനെയാണ് ശരിക്കും ഒരു after 5 years, you know, how I planned. So it's a basic, it was superb. So we'll just ask ma'am how it was in school. വളരെ ഒരു ഡിറ്റർമിനേഷനുള്ള ഒരു കുട്ടിയാണ്. താൻ വിചാരിച്ച കാര്യം അത് നേടിയെടുക്കണം എന്നുള്ളതിന് വളരെ നിർബന്ധം ഉണ്ടായിരുന്നു. അത് ഇവിടെ ഞങ്ങളുടെ സ്കൂളിലൊരു ക്രിക്കറ്റ് ക്ലബ്ബ് ഉണ്ടായിരുന്നു. ആൻഡ് ഹി യൂസ് ടു പാർട്ടിസിപ്പേറ്റ് എല്ലാ ക്രിക്കറ്റ് ടൂർണമെൻറ്റിലും. അന്ന് കൊച്ചിൻ റിഫൈനറി സ്കൂളിലൊക്കെ പോകാനായിട്ട് വളരെ ഡിറ്റർമിൻഡ് ആയിരുന്നു. അതാണ് എനിക്ക് മാക്സിമം പറയാനുള്ളത്. അവൻ വിചാരിച്ച ഫീൽഡിൽ കൂടുതൽ മുന്നോട്ട് പോകുന്നുള്ളതിന് വളരെ നിർബന്ധമുള്ളൊരു കുട്ടിയായിരുന്നു. അതേ സമയത്ത് പഠിത്തത്തിലും മോശമായിരുന്നില്ല. ഇപ്പോൾ ടീച്ചേഴ്സിനും കളിക്കാൻ പോകുമ്പോൾ വിഷമമുണ്ടായിരുന്നുവെങ്കിലും പക്ഷേ ശ്രീശാന്ത് ആരോ ആയിരിക്കും എന്നുള്ളത് അന്നേ അറിയാമായിരുന്നു. എവിടെയെങ്കിലും എന്തായാലും എത്തും. അതായത് വെറുതെ ഒരു ഓർഡിനറി ക്രിക്കറ്റ് പ്ലെയർ ആയിരുന്നില്ല അന്നേ. വളരെ ഒരു ഡിറ്റർമിനേഷനുള്ള ഒരു കുട്ടിയായിരുന്നു. Let's say and thanks a lot ma'am. Cheers ma'am. Thank you. ഞാൻ പഠിച്ച ക്ലാസ്സിൽ എൻ്റെ കുറച്ച് ഓൾഡ് ഫ്രണ്ട്സ് വന്നു. നമ്മൾ നേരത്തെ കണ്ടിരുന്നു. അപ്പം നമ്മൾ 11C പോവുകയാണ്. ശരിക്കും വളരെ സന്തോഷം തോന്നുന്നുണ്ട്. ഐ മീൻ ഇറ്റ്സ് ബീൻ ലോങ്. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു എൻ്റെ സീറ്റാണിത്, ഏറ്റവും പുറകിലത്തെ സീറ്റ്. കാരണം ശരിക്കും ഐ മീൻ ടീച്ചർ അവിടെ ഉണ്ട്. അപ്പോൾ എന്തൊക്കെ കുസൃതികൾ കാണിക്കുന്നത് ഇവിടെ ഇരുന്ന് കാണിക്കാം. എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ഇന്ന് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് എന്താണ് അവരുടെ അഭിപ്രായവും എല്ലാം നമുക്കൊന്ന് അറിയാം. ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് എല്ലാം എൻ്റെ അടുത്തുണ്ട്. വളരെ സന്തോഷം തോന്നുന്നു. കാരണം ഇത്രയും നാളുകൾക്ക് ശേഷം ഇറ്റ്സ് ഓൾമോസ്റ്റ് ആഫ്റ്റർ 5 years that we are all getting together. ഇത് വളരെ ഒരു ഐ മീൻ യുനോ ഇറ്റ്സ് എൻ അമേസിങ് ഫീലിംഗ്. ശരിക്കും എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ഇപ്പോൾ ഉണ്ട്. ഐ മീൻ എല്ലാവരും വരാൻ പറ്റിയിട്ടില്ല. കാരണം എല്ലാവരും ഇപ്പോഴും പഠിത്തത്തിലും CA ചെയ്യുന്നു, ചിലർ ജോലി കിട്ടി ചെയ്യുന്നു, ചിലർ കല്യാണം കഴിച്ചു പോയി, അങ്ങനെ എല്ലാവരും ഉണ്ട്. പിന്നെ ഇതാണ് പൂർണിമ. ഷീ ഈസ് ഡൂയിങ് എ ലോ ആക്ച്വലി റൈറ്റ് നൗ. You can say hi to the viewers there. Hi. And this is Aparna. She is actually married and her husband is an engineer. Yeah, you can say that. Yeah, he's a software engineer in Delhi. Okay, and she's just come back. I'm lucky that she's over here. I used to have very few friends circle. Ada pinne idana KJ Korean ഒരു ഭയങ്കര studious person ആണ്. I really appreciate that. This is Ganesh. CA പഠിച്ചുകൊണ്ടിരിക്കുന്നു. MBA. ഓക്കെ, സോറി, ഐ മീൻ വെരി വെരി സോറി അബൌട്ട് ദാറ്റ്. MBAക്ക് പഠിക്കുന്നു. പിന്നെ ഇതാണ് സജിത്, CA ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ നമുക്കൊന്ന് ചോദിക്കാം. മീൻസ് ഇവരെല്ലാവരും ഇവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ അധികം നുണ പോലെ പറയുന്നില്ല. സത്യസന്ധത എന്താണെന്ന് കണ്ടുപിടിക്കാം. സോ വാട്ട് ഡു യു തിങ്ക്? ഐ മീൻ ലെറ്റ്സ് ഗെറ്റ് ബാക്ക് ടു ദ മെമ്മറി ലൈൻ. പൂർണിമ, യു ക്യാൻ സേ സംതിങ്. ഒരു കാര്യത്തിൽ ഒരു ശല്യവും ഇല്ലാത്തൊരു കുട്ടിയായിരുന്നു. ഇവിടെ ഇരുന്നോളും, മിണ്ടാണ്ടിരുന്നോളും, ക്ലാസ് കേട്ടോളും, അല്ലെങ്കിൽ ഏതെങ്കിലും ലോകത്തായിരിക്കും. ഒരു ബുദ്ധിമുട്ട് ശ്രീശാന്തിനെ കുറിച്ച് ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഓർക്കുമ്പോൾ അവർക്ക് ഭയങ്കര അതിശയം തോന്നുന്നത് എങ്ങനെയാണാവും ഇങ്ങനെ മിണ്ടാണ്ടിരിക്കാൻ പറ്റണമെന്ന്. കാരണം ഇപ്പം സംസാരിക്കാൻ തുടങ്ങിയാൽ നിർത്താതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷെ അപ്പോൾ ഭയങ്കര സൈലൻസ് ആയിരുന്നു, സംസാരിക്കാറുണ്ടായിരുന്നു. ഇപ്പം ആരെങ്കിലും അവർക്ക് ഒരു അമ്മ അതേ ശ്രീശാന്താണോ ഇത് തോന്നും. ഞാൻ ആദ്യം കാക്കൂര് സ്പ്രിൻ്റ് ഒരു വില്ലേജിലായിരുന്നു. പിന്നെ കാൽക്കട്ടയിൽ ഒരു 1.5 വർഷം പഠിക്കുകയുണ്ടായി. പിന്നെ KVയിലായിരുന്നു. അതിനുശേഷം ഞാൻ വിദ്യാരാജ വിദ്യാഭവനിൽ ആലുവയിൽ പഠിക്കുകയുണ്ടായി. അവിടെ ടോമി സാർ എന്ന് പറഞ്ഞ സാറ് ശരിക്കും ആണ് ഫസ്റ്റ് തന്നെ ക്രിക്കറ്റ് ടീമിൽ ബോൾ ഇതാണ് ക്രിക്കറ്റ് ബോൾ, ഇങ്ങനെയാണ് ബോൾ പിടിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് കാണിച്ചു തന്നത് ശരിക്കും ടോമി സാറാണ്. പിന്നെ ചേട്ടൻ ഓഫ് കോഴ്സ് ഈസ് മൈ ഫസ്റ്റ് കോച്ച്. പിന്നെ ഞാനൊരു സ്കൂൾ വിട്ടുപോയി കോതമംഗലത്ത്, എൻ്റെ അച്ഛൻ്റെ നാട് ടൗൺ. വില്ലേജിൽ നിന്ന് ടൗണിൽ വന്നു, ടൗണിൽ നിന്ന് ആലുവ, പിന്നെ ആലുവയിൽ നിന്ന് നേരെ പോയത് ഇറ്റ് വാസ് ബാംഗ്ലൂർ. സോ മൈ ലൈഫ് വാസ് ലൈക്ക് ദാറ്റ്. ഈവൻ സെയിം ലൈക്ക് ഇൻ ക്രിക്കറ്റ് ഓൾസോ. ഇയാളുടെ കൂടെയാണ് ഞാൻ മലയ്ക്കൊക്കെ പോകുന്നത്. കഴിഞ്ഞ തവണ ശബരിമലയ്ക്കൊക്കെ പോയത്. കഴിഞ്ഞ തവണ ശബരിമലയ്ക്കൊക്കെ പോയത് സൈത്തിൻ്റെ ഒപ്പമാണ്. ഞാൻ ഒറ്റയ്ക്കാണ് പോയത്. അപ്പം ഇപ്പോഴും പോകണം, ഈ തവണയും പോകാൻ പ്ലാനൊക്കെ ഉണ്ട്. അതാണ് ഈ തടിയും മീശയൊക്കെ വളർത്തുന്ന ശ്രമിക്കുന്നു. ടീച്ചർമാരൊക്കെ എപ്പോഴും ഇവനെ ആബ്സെന്റ് പറയും. ഞങ്ങൾ പിന്നെയാണ് ഗ്രൗണ്ടിൽ എത്തുമ്പോൾ അതെ ഇവൻ അവിടെ നിന്നിട്ടുണ്ടാവും. അപ്പോൾ എന്ന് വെച്ചാൽ ഭയങ്കര സൈലൻ്റ് ആയിരുന്നു ക്ലാസ്സിൽ. ഒട്ടും ആരോടും അത്രയ്ക്ക് ഒന്നും ആയിരുന്നില്ല.
എൻ്റെ പേര് ഞാൻ പറഞ്ഞു, എന്നെ ഇവിടെ എല്ലാവരും വിളിച്ചുകൊണ്ടിരുന്നത് ജാഡു എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. അത് ഞാൻ പറയാൻ മറക്കുന്നില്ല, കാരണം ഐ സ്റ്റിൽ റിമെമ്പർ എവരിബഡി യൂസ് ടു കോൾ മീ ജാഡു. ജാഡു പോകണോട്ടോ ജാഡു, ബിക്കോസ് ഐ നെവർ യൂസ് ടു സ്പീക്ക് ടു എനിബഡി. ശരിക്കും പറയുകയാണെങ്കിൽ ഞങ്ങൾക്കൊരു ശ്രീശാന്തിന് പണ്ടോട്ട് എൻ്റെ വീടിൻ്റെ അടുത്തായിരുന്നു താമസം, മേനാമ്പറം റോഡിൽ. ആക്ച്വലി ഇവൻ എപ്പോഴും ഞങ്ങൾ കളിക്കാൻ വിളിക്കും. ഇവൻ്റെ കൂടെ കളിക്കുന്ന വെച്ചാൽ നമുക്കൊരു പ്രയാസമാണ്. എന്ന് വെച്ചാൽ അതല്ല, ഇവൻ്റെ ലെവലിൽ നമുക്ക് ഒരിക്കലും എത്താൻ പറ്റത്തില്ല. ഐ മീൻ ഇവൻ ഔട്ട് ആവത്തുമില്ല, ഇവൻ ബൗൾ ചെയ്യുമ്പോൾ ഫസ്റ്റ് ബോൾ നമ്മൾ ഔട്ട് ആവുകയും ചെയ്യും. അപ്പോൾ എൻ്റെ കൂടെ കളിച്ച് വളർന്നാണ് പത്മരാജ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പത്മരാജ്, പിന്നെ എൻ്റെ രഘു എൻ്റെ സീനിയറാണ്. രഘു ഉണ്ട്, രഘു വരുന്നുണ്ട്. ദിസ് ഈസ് രഘു. ഇതാണ് രഘു, എൻ്റെ സീനിയറാണ്. പക്ഷേ ഞാൻ എടാ പോണെന്നൊക്കെയാണ് വിളിക്കാറ്. രഘു ചേട്ടാന്ന് പണ്ട് വിളിച്ചു തുടങ്ങിയിരുന്നത്. ഞാൻ ഗോപു എന്നാണ് വിളിക്കുന്നത്, ശ്രീശാന്ത് വിളിച്ച് ശീലമില്ല. ഞങ്ങൾ ചെറുപ്പം മുതൽ അറിയാവുന്നതാണ്. ഒരുമിച്ച് ഈ മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ പറമ്പ് ക്രിക്കറ്റ് കളിച്ച് വളർന്നു വന്നവരാണ്. എടപ്പള്ളി സൺ സി സി, എടപ്പള്ളിയിൽ സൺ സി സി അല്ലേ. ഇപ്പോൾ നമ്മളിവിടെ എൻ്റെ ഞാൻ ആദ്യം അണ്ടർ 13 കളിച്ചപ്പോൾ എനിക്ക് സെലക്ഷൻ ശരിക്കും അണ്ടർ 13 ഡിസ്ട്രിക്റ്റിൽ കിട്ടിയിരുന്നില്ല. അപ്പോൾ എൻ്റെ പേര് ശരിക്കും സജസ്റ്റ് ചെയ്തത് സ്റ്റീഫൻ അങ്കിളാണ്. സ്റ്റീഫൻ അങ്കിളിൻ്റെ വീട്ടിലെ നെറ്റ്സിലാണ്. ഇതാണ് എൻ്റെ ആദ്യത്തെ നെറ്റ്സ്. ഞാനിപ്പോൾ നിൽക്കുന്നത് സ്റ്റീഫൻ അങ്കിളിൻ്റെ കൂടെയാണ്. സ്റ്റീഫൻ അങ്കിളാണ് എൻ്റെ ശരിക്കും ആദ്യമായി എന്നെ എന്താ പറയുന്നത്, ഒരു ഫാസ്റ്റ് ബോളർ ആകണം എന്നൊക്കെ പറഞ്ഞതും. ഇപ്പം അങ്കിൾ കാണിച്ചു തരുന്നത് അങ്കിളിൻ്റെ വീടുമുറ്റത്താണ് ഞങ്ങൾ നിൽക്കുന്നത്. ഈ നെറ്റ്സിലാണ് ശരിക്കും ഞാൻ ആദ്യമായിട്ട് ഒരു ക്രിക്കറ്റ് നെറ്റ്സ് എന്ന് പറയുന്നത് അറ്റൻഡ് ചെയ്യണത് തന്നെ ഇവിടെയാണ്. ഇവിടെ വന്ന് എനിക്ക് ബാറ്റിങ്ങിൽ വളരെ ഇൻട്രസ്റ്റ് ആയിരുന്നു. അപ്പോഴും അങ്കിൾ എന്നോട് പറയാനുണ്ട്, യു ആർ എ വെരി ഗുഡ് ബോളർ, ശരിക്കും തീർച്ചയായിട്ടും ബാറ്റ് ചെയ്യണം, പിന്നെ ഡിഫൻസിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം എന്നൊക്കെ അങ്കിളാണ് എനിക്ക് പറഞ്ഞു തന്നത്. ഇത് ശരിക്കും വളരെ ഹാപ്പിയാണ് ഇവിടെ ഇങ്ങനെ വരാൻ പറ്റിയതിൽ. അങ്കിൾ വാട്ട് യു തിങ്ക് അങ്കിൾ, ഹൗ ശ്രീശാന്ത് ഒരു ഗുഡ് ബാറ്റ്സ്മാൻ ആണെന്ന് എനിക്ക് തോന്നിയായിരുന്നു. എന്നാലും എൻ്റെ മോന് നിക്കി സ്റ്റീഫൻ വാസ് എ ഗുഡ് ബോളർ. സോ നിക്കി സ്റ്റീഫൻ യൂസ് ടു ബോൾ ലെഗ് സ്പിൻ ആൻഡ് I found that if you find the distance from here up to the other wicket, you will find that Nicky Stephen would bowl leg spin and Srishant could bowl fast. And I think the contribution that I made it to him in simple words, the contribution ഞാൻ ചെയ്തത് ഇത്ര മാത്രമേ ഉള്ളൂ. ശ്രീശാന്ത്, യു ടേക്ക് ടു ഫാസ്റ്റ് ബോളിംഗ്. ഇറ്റ്സ് എൻ അമേസിംഗ് ഫീൽ. ഞാൻ ശരിക്കും ഭാഗ്യം തോന്നി ഇപ്പോൾ അങ്കിളിൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ സംസാരിക്കാൻ പറ്റിയതിൽ. താങ്ക് യു. ഹി ലവ്സ് ക്രിക്കറ്റ് ആൻഡ് ഇതാണ്. സോ ഐ എം സോ താങ്ക്ഫുൾ ടു. God bless you, Jesus bless you. താങ്ക് യു അങ്കിൾ. എൻ്റെ കൂടെ വരുന്നതാണ് ശിവകുമാർ സാർ. ശിവകുമാർ സാർ ഇസ് ഓൾ ഇൻ ഓൾ മൈ മെൻറ്റർ. ചെറുപ്പം മുതൽ the one who really encouraged me, so that ജബ്ബാസ് സാർ, അങ്ങനെ ഈ ക്യാമ്പ്, ഇവിടുത്തെ ഒരു സമ്മർ ക്യാമ്പിൽ നിന്നാണ് ശരിക്കും എൻ്റെ കളിയുടെ സ്റ്റാർട്ടിങ് തന്നെ. പിന്നെ ഇവിടെ എല്ലാവരും ഉണ്ട്. ദേ ആർ ഡൂയിങ് റിയലി വെൽ, ഗോഡ്സ് ഗ്രേസ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു പ്രാക്ടീസ് രീതിയിൽ എല്ലാവരും പരിചയപ്പെടുത്താം. ഇതാണ് റാവു സർ ക്ലബിൻ്റെ സെക്രട്ടറിയാണ്. പിന്നെ ലൈഫ് ടൈം ചെറുപ്പം മുതൽ ACC ക്ലബ്, എറണാകുളം ക്രിക്കറ്റ് ക്ലബിന് വേണ്ടി ഈസ് സ്പെൻഡിങ് മോസ്റ്റ് ഓഫ് ഹിസ് ടൈം ആൻഡ് ഹീ ഈസ് ദ വൺ ഹു റിയലി ടേക്സ് കെയർ ഓഫ് സെലക്ഷൻസ് ആൻഡ് എല്ലാം. പിന്നെ റാവു സാറിൻ്റെ എല്ലാം എന്നെ വിളിച്ചറിയിക്കുന്നതും plays a big role in my cricketing career. As I said, everything belongs to Ernakulam Cricket Club. So I'll just start my practice. Pallan sir undu. Sir, just if you can spare. Sir undu. Sir is also a very good encouragement. Sir inde okke sherikum kali kandana sherikum valarnathu. Sir ellam pare, big sixes. You can see that LIC building, he hit sixes to that building also. So that's how he is. He doesn't take singles, but he's a big hitter of the ball. ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ പാഷനാണ്, വേറെ ഒന്നുമില്ല. ഏറ്റവും രസകരമായ സംഭവം പറയും, രഞ്ജി ട്രോഫി വരെ കളിച്ച് കഴിഞ്ഞിട്ട് എപ്പോഴും ഞാൻ ഓർക്കുന്നൊരു സംഭവമാണ്. ഒരു 3-4 കൊല്ലം മുമ്പ് ഞങ്ങളുടെ ടൂർണമെൻറ്റ് ഇവിടെ നടക്കുകയാണ്. അപ്പോൾ പറഞ്ഞു, സാർ അന്ന് മദ്രാസിൽ കളിച്ചു തുടങ്ങി. സാർ എനിക്ക് കളിക്കണം. അപ്പോൾ ഇവൻ ഏതൊരു ബിഗ് മാച്ച് കളിക്കാൻ പോയത്. അപ്പോൾ ഇവന് ചെറിയ കയ്യിനോ കാലിനോ ചെറിയ ഇതുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, നീ റിസ്ക് ചെയ്യണ്ട, ഇനി കളിക്കേണ്ടവന്. അപ്പോൾ ഹി ഇമ്മീഡിയറ്റ്ലി ടോൾ മീ, സാർ ദെൻ ഐ വിൽ ബിക്കം 12th man എന്ന് പറയും. അപ്പം അതായത് ഒരു ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റ് കളിച്ചിട്ടുള്ളൊരാൾ തിരിച്ചിവിടെ വന്നിട്ട് നമ്മളെ ക്ലബിൽ 12th man ആയിക്കോളാം എന്ന് പറയുമ്പോൾ അതാ ക്രിക്കറ്റിനോടുള്ള പാഷൻ. അത് ഞങ്ങളെപ്പോലെയുള്ള ഒരു 30 കൊല്ലം ഞങ്ങൾ ക്ലബ്ബ് നടത്തുന്നു. അപ്പോൾ ഇവിടെ സാധാരണ വരുന്ന ഒരു പയ്യൻ്റെ അടുത്ത് 12th ഞാൻ വീട്ടിൽ പോകും. അങ്ങനെയുള്ള സ്ഥാനത്താണ് ഇവൻ ഇക്കൊല്ലം റാനി ട്രോഫിക്ക് പോകുന്നതിന് മുമ്പ്
ഓൾ ഇന്ത്യ പൂജാനോക്കോ ടൂർണമെൻറ്റ് ഞങ്ങൾ കളിക്കുമ്പോൾ ഇതേമാതിരി ശ്രീശാന്ത് പറഞ്ഞു സാർ എനിക്ക് കളിക്കണമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു നീ ഇറാനി ട്രോഫി കളിക്കാൻ പോകുക, ഇനി ഇഞ്ചുറി ഒന്നും റിസ്ക് ചെയ്യണ്ട. ഇല്ല എനിക്ക് കളിക്കണം സാർ. എന്നിട്ട് അവൻ കളിച്ചു, എന്നിട്ട് അവൻ വിക്കറ്റ് കീപ്പ് ചെയ്തു. എന്നുവെച്ചാൽ അവനെ ക്രിക്കറ്റിൽ നിന്ന് മാറ്റി നിർത്താൻ പറ്റില്ല. ഉറക്കം ഉണർന്നു കഴിഞ്ഞാൽ എനിക്ക് വേണം ഉറങ്ങുന്നവരെ ക്രിക്കറ്റ് മാത്രമാണ് അവൻ്റെ ബ്ലഡിലുള്ളത്. അതുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്കൊക്കെ ഇത് കണ്ടായിരുന്നു. ഈ ഫെസിലിറ്റിയിൽ നിന്നാണ് അവിടുന്ന് ഉയർന്നു വന്ന് 13 തൊട്ട് 19 വയസ്സ് വരെ കളിച്ചാലല്ലേ ആരെങ്കിലും കൊടുക്കുള്ളൂ. 19 വയസ്സ് കഴിഞ്ഞിട്ടാണ് MRFിലേക്ക് പോയത്. ഇവിടെ കളിച്ച അതിൻ്റെ പാഷനും ഇതും അതെപ്പോഴും കാണിച്ചുകൊണ്ടിരുന്നു. ഇംഗ്ലണ്ടിൽ പോയി കളിച്ചു, ഓസ്ട്രേലിയയിൽ പോയി കളിച്ചു. തിരിച്ച് എറണാകുളം ജില്ലയിൽ വന്ന് ഇറങ്ങിയാൽ ശ്രീശാന്തിൻ്റെ കോൾ ഉണ്ടാവും, സാർ നെറ്റ്സ് ഉണ്ടോ? വൈകുന്നേരം ഒരു 10-12 പിള്ളേരുമായിട്ട് ശ്രീശാന്ത് ഇതേമാതിരി ഉണ്ടാവും. അതവൻ എന്നും തുറന്നുകൊണ്ട് ഇരുന്നിട്ടുണ്ട്. അത് തന്നെയാണ് അവൻ്റെ വിജയത്തിനുള്ള കാരണം. ഇറ്റ്സ് എ ബിഗ് അച്ചീവ്മെൻറ്റ് ഫോർ ഇപ്പോൾ കേരളത്തിൽ നിന്ന് 2ാമത്തെ പ്ലെയർ എന്നൊക്കെ പറഞ്ഞാൽ ഇത് ക്രിക്കറ്റിൽ വളരെ 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 കഠിനാധ്വാനം ചെയ്തിട്ട് ഉണ്ടായിട്ടുള്ളൊരു അച്ചീവ്മെൻ്റാണ്. ഇനി കുറച്ച് ദൈവകൃപയും ലക്കും ഉണ്ടെങ്കിൽ അവൻ ടെസ്റ്റും കളിക്കും എന്നുള്ളതാണ് ഞങ്ങളുടെയൊക്കെ പ്രതീക്ഷ.